RDA scheme 2024 vacancy position of engineering architecture of courses in government college after allotment process conducted by CEC യുടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ വന്നേക്കുന്ന വേക്കൻസി സീറ്റാണ്. ഈ സീറ്റുകളിലേക്കാണ് DTE നാളെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തി ഫിൽ ചെയ്യുന്നത് കേട്ടോ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വെച്ചിട്ട് നമുക്ക് സീറ്റുകൾ നോക്കാം. ഇടുക്കിയിലെ സീറ്റുകൾ ആദ്യത്തെ നോക്കാം. CSലെ EWS 2 സീറ്റ്, ട്യൂഷൻ ഫീ വേവിയർ 1, മുസ്ലിം കാറ്റഗറി 1, SC 2 സീറ്റ്, സ്റ്റേറ്റ് മാറ്റിലും 2 സീറ്റുണ്ട്, VKക്ക് 1 സീറ്റ്. ഇനി ഇടുക്കിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ട്യൂഷൻ ഫീ വേവിയറിൽ 1, SC 1, സ്റ്റേറ്റ് മാറ്റ് 2 ഉണ്ട്, VK 1 സീറ്റ്, EEക്ക് BHൽ 1 സീറ്റും ഈഴവയിൽ 1 സീറ്റും, അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറിയിൽ 2 സീറ്റും സ്റ്റേറ്റ് മാറ്റിൽ 6 സീറ്റാണുള്ളത്. ഇടുക്കിയിലെ ITയിൽ ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൽ 1 സീറ്റും, SC 2 സീറ്റ്, സ്റ്റേറ്റ് മാറ്റ് 2 സീറ്റ്, എക്സ് സർവീസ്മാൻ കോട്ടയുടെ 1 സീറ്റ്. ഇടുക്കി മെക്കാനിക്കലിൽ BHൽ 1 സീറ്റ്, ഈഴവയിൽ 1 സീറ്റ്, MU കാറ്റഗറിയിൽ 1 സീറ്റ്, അതുപോലെ തന്നെ SC 1, സ്റ്റേറ്റ് മാറ്റ് 2 സീറ്റ് ഉണ്ട്. കോഴിക്കോട് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന് ഈഴവ 1 സീറ്റ്, LA കാറ്റഗറി 1, സ്റ്റേറ്റ് മാറ്റ് 2 സീറ്റാണുള്ളത്. കോഴിക്കോട് സിവിൽ എഞ്ചിനീയറിങ്ങിന് SC 1, അതുപോലെ സ്റ്റേറ്റ് മാറ്റ് 1 സീറ്റാണ് ഉള്ളത്. അതുപോലെ കോഴിക്കോട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സിൽ BHൽ 1 സീറ്റ് മാത്രം വേക്കൻസി ഉള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ സ്റ്റേറ്റ് മാറ്റിൽ 3 സീറ്റുണ്ട്. കോഴിക്കോട് കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് DV കാറ്റഗറിയിൽ 2 സീറ്റും, അതുപോലെ തന്നെ സ്റ്റേറ്റ് മാറ്റിൽ 1 സീറ്റുമാണുള്ളത്. കോഴിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് SC കാറ്റഗറിയിൽ 2, സ്റ്റേറ്റ് മാറ്റിൽ 1, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴിക്കോട് ഈഴവ കാറ്റഗറി 2, SC കാറ്റഗറി 1 കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മാറ്റിൽ 2 സീറ്റ് ഉണ്ട്. കണ്ണൂർ സിവിൽ എഞ്ചിനീയറിങ്ങിന് KU കാറ്റഗറി 1, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് BHൽ 1 സീറ്റും, അതുപോലെ തന്നെ EWS 1 സീറ്റും, സ്റ്റേറ്റ് മാറ്റ് 1 സീറ്റുമാണ് ഉള്ളത്. VK കാറ്റഗറിയിലും 1 സീറ്റുണ്ട്. കണ്ണൂർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ഈഴവ ലാറ്റിൻ കാത്തലിക് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് ഓരോ സീറ്റും, അതുപോലെ തന്നെ സ്റ്റേറ്റ് മാറ്റിൽ 3 സീറ്റുണ്ട്. കണ്ണൂർ EEയിൽ DV കാറ്റഗറിയിൽ 1 സീറ്റ്, സ്റ്റേറ്റ് മാറ്റിൽ 1 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കണ്ണൂർ സ്റ്റേറ്റ് മാറ്റിൽ 1 സീറ്റുണ്ട്. RITയിൽ ആർക്കിടെക്ചറിന് 3 സീറ്റുണ്ട് സ്റ്റേറ്റ് മാറ്റിൽ. സിവിൽ എഞ്ചിനീയറിങ്ങിന് SC 1 സീറ്റ്, സ്റ്റേറ്റ് മാറ്റിൽ 1 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് RITയിൽ EWS ആണ് 1 സീറ്റുള്ളത്. MU കാറ്റഗറിക്കും 1 സീറ്റുണ്ട്. സ്റ്റേറ്റ് മാറ്റിൽ 4 സീറ്റുകളുണ്ട് RITയിൽ കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് SC കാറ്റഗറിയിൽ 2 സീറ്റ്, RITയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് ഈഴവയിൽ 1 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് MU കാറ്റഗറിയിൽ 2 സീറ്റ്. അതുപോലെ RITയിൽ EEക്ക് SC 1, സ്റ്റേറ്റ് മാറ്റ് 4 സീറ്റും ഉണ്ട്. ഇനി RIT കോട്ടയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈഴവ കാറ്റഗറിയിൽ 1, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മാറ്റിൽ 1, RITയിൽ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് KN കാറ്റഗറിയിൽ 1, SC കാറ്റഗറിയിൽ 1, സ്റ്റേറ്റ് മാറ്റിൽ 1 സീറ്റുമാണ് ഉള്ളത്. ഇനി MA കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ ഈഴവ കാറ്റഗറി 1, MU കാറ്റഗറി 1, SC കാറ്റഗറി 1, സ്റ്റേറ്റ് മാറ്റ് 1 സീറ്റാണുള്ളത്. MA കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് മുസ്ലിം കാറ്റഗറി 1, SC കാറ്റഗറി 1, സ്റ്റേറ്റ് മാറ്റ് 4 MA കോളേജ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡേറ്റ സയൻസിൽ സ്റ്റേറ്റ് മാറ്റിൽ 1, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മാറ്റിൽ 1 തന്നെ. ECക്ക് DV കാറ്റഗറിയിൽ 1, അതുപോലെ ഈഴവ കാറ്റഗറിയിൽ 1, FW സീറ്റ് റിസർവേഷനിലും 1 സീറ്റുണ്ട്. പിന്നെ SCയിലും 1 സീറ്റാണുള്ളത്. MA കോളേജിൽ തന്നെ EEക്ക് SC കാറ്റഗറി 1, സ്റ്റേറ്റ് മാറ്റ് 3, എക്സ് സർവീസ്മാൻ സീറ്റ് 1. MA കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മാറ്റിൽ 1 സീറ്റ്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് NSS കോളേജ് പാലക്കാട് ഈഴവ കാറ്റഗറിയിൽ 1, ഈഴവ EWSൽ 1, ഈഴവ കാറ്റഗറിയിൽ 1 കേട്ടോ. മുസ്ലിം കാറ്റഗറിയിലും സിവിൽ എഞ്ചിനീയറിംഗിന് 1 സീറ്റുണ്ട്, SCയിലും 1 സീറ്റുണ്ട്. സ്റ്റേറ്റ് മാറ്റിൽ 6 സീറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് NSS കോളേജ് പാലക്കാടുണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസിൽ BHൽ 1 സീറ്റ്, MU 1 സീറ്റ്, SC 1 സീറ്റ്, സ്റ്റേറ്റ് മാറ്റ് 3 സീറ്റുണ്ട്. NSSൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് BHൽ 1 സീറ്റ്, KN 1 സീറ്റ്, SC 1 സീറ്റ്, സ്റ്റേറ്റ് മാറ്റ് 1 സീറ്റുണ്ട്. EEയിൽ NSS പാലക്കാട് SC 1, അതുപോലെ തന്നെ സ്റ്റേറ്റ് മാറ്റ് 2, VK 1, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NSSൽ EWS 1, അതുപോലെ തന്നെ സ്റ്റേറ്റ് മാറ്റ് 2. ഇനി പാലക്കാട് NSS കോളേജ് പാലക്കാടിലെ സിവിൽ എഞ്ചിനീയറിങ്ങിന് MU 1 സീറ്റാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മാറ്റിൽ 3 സീറ്റുണ്ട്. പാലക്കാട്
ഇത് ഗവൺമെൻറ് കോളേജ് പാലക്കാടാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞത് NSS കോളേജ് പാലക്കാടായിരുന്നു. ഗവൺമെൻറ് കോളേജ് പാലക്കാട് ആണ് നേരത്തെ പറഞ്ഞ സിവിൽ എഞ്ചിനീയറിങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് FWയിൽ 3 സീറ്റുണ്ട് പാലക്കാട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിൽ SC കാറ്റഗറിയിൽ 1 സീറ്റുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റുണ്ട്. അതുപോലെ തന്നെ ത്രിപിളിയിൽ പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ EWS 1, ഈഴവ കാറ്റഗറി 1, സ്റ്റേറ്റ് മെറിറ്റ് 5 സീറ്റും ഉണ്ട്. പാലക്കാട് തന്നെ IT-ക്ക് 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഈഴവ കാറ്റഗറിയിൽ 1 സീറ്റ്, SC കാറ്റഗറിയിൽ 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റാണ് ഉള്ളത്. ഇനി തൃശ്ശൂരിലെ കാര്യം വരുവാണെങ്കിൽ സൈബർ ഫിസിക്കൽ സിസ്റ്റം SC കാറ്റഗറി 1 സീറ്റുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗിന് 3 സീറ്റുണ്ട്. അതുപോലെ തന്നെ ST 1 സീറ്റുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് EWSൽ 2 സീറ്റുണ്ട്, CS കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് SCയിൽ 1 ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് മുസ്ലിം കാറ്റഗറിയിൽ 1 സീറ്റും അതുപോലെ തന്നെ PA കാറ്റഗറിയിൽ 1 സീറ്റും ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റിലും 1 സീറ്റും ഉണ്ട് കേട്ടോ. ഇനി ഇലക്ട്രിക്കൽ ത്രിപിളിയിൽ ഈഴവ കാറ്റഗറിയിൽ 1, തൃശ്ശൂരിൽ തന്നെയാണ്, ഈഴവ കാറ്റഗറിയിൽ 1 ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റുണ്ട്. മെക്കാനിക്കലിന് തൃശ്ശൂർ ഈഴവയിൽ 1, LA കാറ്റഗറിയിൽ 1, സ്റ്റേറ്റ് മെറിറ്റിൽ 1 ആണുള്ളത്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തൃശ്ശൂരുള്ള സീറ്റ് SC 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റ് 2 സീറ്റുണ്ട്. TKMൽ ആർക്കിടെക്ചറിന് സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റുള്ളൂ. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റിൽ 3 സീറ്റും, കെമിക്കൽ എഞ്ചിനീയറിംഗ് ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൽ 1 സീറ്റ്, SCയുടെ 1 സീറ്റുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റുണ്ട്. TKMൽ CS-ന് DV കാറ്റഗറിയിൽ 1 സീറ്റുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സ് TKMൽ SC കാറ്റഗറിയിൽ 1 സീറ്റുണ്ട്. അതിൽ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ 3 സീറ്റുണ്ട് കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ TKMൽ SC കാറ്റഗറി 1 ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് 1 ഉണ്ട്. BH കാറ്റഗറി ത്രിപിളിയിൽ TKMൽ ത്രിപിളിയിൽ BH കാറ്റഗറി 1 സീറ്റ്, ഈഴവ കാറ്റഗറി 1 സീറ്റ്, അതുപോലെ തന്നെ SC 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റ് 2 സീറ്റുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഈഴവയിൽ 1, അതുപോലെ തന്നെ SCയിൽ 1 ആണുള്ളത്. TKMൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് SC കാറ്റഗറിയിൽ 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ ട്രിവാൻഡ്രം LA കാറ്റഗറി 1, MU കാറ്റഗറി 2, SC കാറ്റഗറി 2, സ്റ്റേറ്റ് മെറിറ്റിൽ 3 സീറ്റുണ്ട്. ECക്ക് BHൽ 1, ഈഴവയിൽ 1, ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൽ 1, അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റുണ്ട്. ത്രിപിളിക്ക് SC കാറ്റഗറിയിൽ 1, സ്റ്റേറ്റ് മെറിറ്റിൽ 1, VKൽ 1. IT-ൽ SC കാറ്റഗറി 1, സ്റ്റേറ്റ് മെറിറ്റിൽ 4 സീറ്റുണ്ട്. മെക്കാനിക്കലിന് BHൽ 1 സീറ്റ്, ഈഴവയിൽ 1 സീറ്റ്, SCയിൽ 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റ്. പിന്നെ CETയിൽ സിവിൽ എഞ്ചിനീയറിംഗ് EWS 1 സീറ്റ്, FWയിൽ തന്നെ 1 സീറ്റുണ്ട്, MU കാറ്റഗറിയുടെ 1 സീറ്റുണ്ട്, സ്റ്റേറ്റ് മെറിറ്റിൽ സിവിൽ എഞ്ചിനീയറിംഗിന് 3 സീറ്റുണ്ട് കേട്ടോ. ഇനി CS-ൻ്റെ ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2ഉം, ST കാറ്റഗറിയിൽ 2ഉം, SC കാറ്റഗറിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 1 സീറ്റും, സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റും. ത്രിപിളിയിൽ ഈഴവ കാറ്റഗറിക്ക് 1ഉം, LA കാറ്റഗറി 1, സ്റ്റേറ്റ് മെറിറ്റിൽ 1, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് DVയിൽ 1 സീറ്റ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗും DVയിൽ 1 സീറ്റ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് MUയിൽ 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റ് 2 സീറ്റുണ്ട്. മെക്കാനിക്കലിന് സ്റ്റേറ്റ് മെറിറ്റിൽ 1ഉം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റാണുള്ളത്. സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിന് 1 സീറ്റ്, CVയുടെ തന്നെ FW 1 സീറ്റാണുള്ളത്, സ്റ്റേറ്റ് മെറിറ്റിൽ 6 സീറ്റുണ്ട്. ഇത് വയനാട്ടിലെ കാര്യമാണ് കേട്ടോ, സോറി. CV എന്ന് പറയുന്ന കോഴ്സ് തൊട്ട് മുമ്പ് വയനാട് മുതലത്തെ കാര്യം പറയാം. വയനാട് CS-ൻ്റെ തുടങ്ങി അവിടുത്തെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. മെക്കാനിക്കൽ വരെയാണ് CET-യുടെ ഉണ്ടായത്, പിന്നെ വയനാടുള്ള സീറ്റുകളാണ് പറഞ്ഞേക്കുന്നത്. വയനാട് സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റിൽ 6 സീറ്റാണുള്ളത്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ SCയിൽ 1 സീറ്റ്, ECയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റ്, SCയിൽ 1 സീറ്റുണ്ട്. ത്രിപിളിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 5 സീറ്റുണ്ട്. വയനാട് VKയിൽ 1 സീറ്റ്, വയനാട് ഈഴവയിൽ 1 സീറ്റ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 1 സീറ്റ്. സാധാരണ വയനാടൊക്കെ ഇഷ്ടംപോലെ സീറ്റുകൾ വേക്കൻസി ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈ വർഷം അതില്ല കേട്ടോ. നിങ്ങൾ ഇത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ട്. സിയുടെ വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഇന്നത്തെ നോട്ടിഫിക്കേഷനായിട്ട് വേക്കൻസി പൊസിഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സസ് ഇൻ ഗവൺമെൻറ് കോളേജ് ആഫ്റ്റർ ദ അലോട്ട്മെൻറ്റ് പ്രോസസ് കണ്ടക്റ്റഡ് ബൈ CE വേക്കൻസി പൊസിഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വായിച്ച ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.